ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മാളുവിൻ്റെ കുഞ്ഞ്. ആ രണ്ട് പൂച്ചയിൽ ഒടുക്കത്തെ ഗ്ലാമർ ഈ സാധനത്തിനാണ്. ഇതിന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ മരത്തിൻ്റെ മേളിൽ, ചാക്കിൻ്റെ ഉള്ളിൽ, പടതയുടെ അടിയിൽ ഇവിടേക്ക് നോക്കി അതിനെ കിട്ടും. അതുകൂടാണ്ട് ഒരു മരങ്കേറ് പൂച്ചയാണ് ഈ പൂച്ച. ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും വെകിളി പിടിച്ച സാധനമാണ് ഇപ്പം ഈ കയറിയിരിക്കുന്നത്. ഇതുങ്ങളുടെയൊക്കെ തന്താന്ന് പറയണത് എൻ്റെ വീട്ടിലെ ചെറുക്കനാണ്, അതായത് ഇവൻ. പിന്നെ ഇവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇവൻ്റെ ഭാര്യയെ ഇവനെ കണ്ണിനെടുത്താൽ കണ്ടുകൂടാ. കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓടിച്ചിട്ട് കടിച്ച് വലിച്ചു കീറും ഈ പൂച്ച. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പൊക്കോട്ടേന്ന് ചെറുക്കൻ. എന്നെ എടുത്ത് ഒക്കത്ത് വെച്ചതും പോരാണ്ട് എന്നെ കുറ്റം പറയുന്നു. ഞാനെങ്ങാനും കണ്ണെഴുതാനോ പൊട്ടുവിടാനോ വല്ല കൺമശി പാത്രം തുറന്നാൽ ആ മുൻപിൽ ഇവരുണ്ട്, കാരണം ഇവന് പൊട്ടുവിടണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും ഞാൻ കണ്ണെഴുതി പൊട്ടുതൊട്ട് സുന്ദരനാക്കിയേ വിടാറുള്ളൂ. അതും കൂടാണ്ട് പെങ്കൊച്ചുങ്ങളെല്ലാം വീട്ടിൽ വല്ല പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അല്ലേ. പിന്നെ ആ കുഞ്ഞു പൂച്ചേനൊക്കെ ഞാൻ കണ്ണും പൊട്ട് എഴുതിക്കാത്തതിൻ്റെ കാരണം അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് വല്ല മാതം കിട്ടി എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. സത്യത്തിൽ ഞാൻ ഈ വീട്ടിൽ അധികം പറ്റി ഇവിടെയുള്ളവർക്ക് പട്ടീനെയും പൂച്ചേനെയൊക്കെ മാത്രം മതി. എന്നെക്കൊണ്ടൊരു ഉപകാരം എന്നവർക്ക് മനസ്സിലായി തുടങ്ങി. മതി മതി മതി, പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ മറന്നുപോയി. അങ്ങനെ ഇവിടെ വൈകുന്നേരമായി. ഇനി അവിടെ വൈകുന്നേരമായെന്ന് എനിക്കറിയില്ല. അച്ഛമ്മ അടുക്കളയിൽ എന്തോ തിരക്ക് പണിയിലാട്ടോ. നമ്മുടെ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നിങ്ങളെ ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പുതിയ പാഷൻ ഫ്രൂട്ട് ചാടി. സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്തതാണേ. അങ്ങനെ ഞാൻ വെറുതെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ അപ്പ വന്നു. അപ്പ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അച്ഛമ്മയുടെ പരിപാടി കൊതുകിനെ പുകയ്ക്കുക എന്നുള്ളതാണ്. പുകഞ്ഞ് പെര കത്തോന്ന് ഞാൻ. പിന്നെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് വല്ലപ്പോഴും വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ അപ്പ കൊണ്ടുവന്നതിൽ ഒരു സാധനം ഇതായിരുന്നു. ഞാൻ ആഗ്രഹിച്ച് മേടിച്ച കുപ്പിയാണിത്. പിന്നെ ഞങ്ങൾ പാൽച്ചായൊക്കെ കുടിക്കാൻ പോവായിരുന്നു. ഞാനിങ്ങനെ പാല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണ കണ്ടിട്ട് ഒരാൾ വായും പൊളിച്ച് നോക്കിയിട്ടുണ്ട് നമ്മുടെ ചെറുക്കനെ. നോക്കിയിരുന്നു, ഇപ്പം തരാട്ടോ. പിന്നെ അപ്പ കൊണ്ടുവന്നത് പഴംപോളിയായിരുന്നു. പഴംപോളി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അപ്പം തന്നെ ഞാൻ അകത്താക്കി. പഴംപോളി കഴിക്കില്ല അച്ഛൻ ഇവിടെ വാ പൊളിച്ച് കീറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രാത്രി മാളുവിൻ്റെ കുഞ്ഞ് തന്ന പണിയാണിത്. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ ഒരു വല കിട്ടിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ആ ബൾബിൻ്റെ അടുത്തൊരു ഇങ്ങനെ ഈലുകൾ വരും, അതിനെ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് നിലത്തേക്കൊന്ന് ലാൻഡ് ചെയ്യട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.